അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഏകദേശം ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യം ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങളുടെ മാനവികതയെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ധാരാളം ആളുകൾക്ക് ആ സംസാരം കേട്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങളുടെ നീതിയെ സംബന്ധിച്ച്, അതിൻ്റെ മാനവികതയെ സംബന്ധിച്ച് ധാരാളം ആളുകൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ആ വീഡിയോക്ക് താഴെ വന്ന കമൻറ്റുകൾ എടുത്ത് പരിശോധിച്ചപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായി. അൽഹംദുലില്ലാ. എന്നാൽ ആ വീഡിയോക്ക് താഴെ വന്ന കമൻറ്റുകളിൽ ചില ചോദ്യങ്ങളുണ്ടായിരുന്നു, ചില ആളുകളുടെ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അതിൽ പലരും ആത്മാർത്ഥതയോടുകൂടെ തന്നെ ചോദിച്ചതായിരിക്കാം. അവർ ചോദിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ നിമിഷപ്രിയയുടെ വിഷയം സംസാരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് കാന്തപുരത്തെ സംബന്ധിച്ച് ഒന്നും പറയാതിരുന്നത്? കാന്തപുരത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് ഞങ്ങൾ ഏറെ പ്രതീക്ഷിച്ചു, പക്ഷെ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അത് നിങ്ങളുടെ മനസ്സിൻ്റെ സങ്കുചിതത്വം കൊണ്ടല്ലേ എന്ന് ചില ആളുകളൊക്കെ ചോദിക്കുകയുണ്ടായി. ആ ചോദിച്ചവരോട് ചില കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഞാനിന്ന് സംസാരം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. നിമിഷപ്രിയയുടെ വിഷയത്തിൽ ആരൊക്കെയാണ് ഇടപെട്ടത് എന്ന വിഷയത്തിൽ വലിയ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് ആ വിഷയത്തിൽ ഇടപെട്ടത് എന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായൊരു ചിത്രം വരേണ്ടതുണ്ട് എന്ന് നമ്മൾ അന്ന് പറഞ്ഞു വെച്ചിരുന്നു. അത് പറയാനുണ്ടായ ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാന്തപുരം ഇടപെട്ടോ? കാന്തപുരത്തിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകൾ, ചില സംശയങ്ങൾ അന്ന് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറയുക എന്നതോ, ഒരു വിഭാഗം ആളുകളെ ആ നിലക്ക് പരിചയപ്പെടുത്തുക, അതല്ലെങ്കിൽ അവരെ ക്രൂശിക്കുക എന്നതോ ഒന്നും നമ്മുടെ നിലപാടല്ല എന്നതുകൊണ്ട് വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ നമ്മൾ സംസാരിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഈ ചാനലിൻ്റെ പ്രത്യേകത തന്നെ 100% നമുക്ക് ബോധ്യമായ കാര്യങ്ങൾ മാത്രമാണ് ജനങ്ങളോട് നമ്മൾ പറയാറുള്ളത്. ബോധ്യമല്ലാത്ത കാര്യങ്ങൾ പറയില്ല. അപ്പോൾ നമുക്ക് ബോധ്യമല്ലാത്ത ഒരു കാര്യം എടുത്ത് കൊണ്ടുവന്ന് കാന്തപുരത്തെ പ്രശംസിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാത്തിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ ഒക്കെ ഒന്ന് ശാന്തമായി. ഇനി ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത്. നമ്മൾ പറയുന്ന കാര്യം 100% സത്യമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ഭൂരിപക്ഷം ആളുകൾ അതിനെ എതിർത്താലും ആ സത്യം തുറന്നു പറയുക എന്നതാണ് നമ്മുടെ നിലപാട്. അതുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ പറയുന്നത്. ഇപ്പോൾ കാന്തപുരത്തിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അന്ന് പലരും ചോദിച്ചല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് കാന്തപുരത്തെക്കുറിച്ചൊന്നും പറയാതിരുന്നത് എന്ന്. ആ സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, സത്യമായി പറഞ്ഞാൽ നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാന്തപുരം കാര്യമായ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ കാന്തപുരത്തിൻ്റെ ഇടപെടൽ മൂലമല്ല നിമിഷപ്രിയയുടെ ശിക്ഷ മരവിപ്പിച്ചതും നീട്ടിവെച്ചതും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഈ വിഷയത്തിലുള്ള ഓരോ തെളിവുകളും ഞാൻ വളരെ കൃത്യമായ നിലക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. എന്തിനാണ് ഇങ്ങനെ കളവും അതേപോലെ തന്നെ വഞ്ചനയും ഒക്കെ കാണിച്ച് ക്രെഡിറ്റും പബ്ലിസിറ്റിയും ഒക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതിനോടാണ് നമുക്ക് വിയോജിപ്പുള്ളത്. അതുകൊണ്ട് ഈ സംസാരം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിഷ്പക്ഷമായി നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. നമുക്ക് നമ്മുടെ നിലപാട് കൃത്യമായി പറയാം. ഇപ്പം നിമിഷപ്രിയയുടെ വിഷയത്തിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളുടെ വിഷയത്തിലോ കാന്തപുരമോ മറ്റാരെങ്കിലുമോ ഇടപെടുന്നതോ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതോ ഒക്കെ നല്ല കാര്യം തന്നെയാണ്. ആവശ്യമെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഇടപെടാം. അതിലൊന്നും നമുക്ക് യാതൊരു പ്രയാസവുമില്ല. ഒരാൾക്ക് നമ്മൾ മുഖേന ഒരു സഹായം കിട്ടുന്നുവെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അതൊന്നും ഇവിടെ പ്രശ്നമല്ല. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ക്രെഡിറ്റ് എടുക്കുന്നത്? എന്തിനാണ് ഉമ്മത്തിനെ വഞ്ചിക്കുന്നത്? എന്തിനാണ് മൊത്തം ജനങ്ങളെ വഞ്ചിക്കുന്നത്? പ്രത്യേകിച്ചൊരു മുസ്ലിമിന് കളവ് പറഞ്ഞു വഞ്ചന നടത്താൻ പാടുണ്ടോ? ഒരു നിമിഷ നേരത്തേക്ക് അല്ലെങ്കിൽ 3-4 ദിവസത്തേക്ക്, ഒരാഴ്ചത്തേക്ക് മാത്രമുള്ള ഒരു പബ്ലിസിറ്റിക്കോ ഒരു ഈ നിലക്കുള്ള ഒരു പ്രശസ്തിക്കോ ഒക്കെ വേണ്ടി എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? അതിനോട് മാത്രമാണ് നമുക്ക് വിയോജിപ്പുള്ളത്. അപ്പോൾ നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാന്തപുരം ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലമല്ല ശിക്ഷ മരവിപ്പിച്ചത്, മറിച്ച് ചില കളികൾ കളിച്ചുകൊണ്ട്, ചില കളവുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെയും മീഡിയകളെയും മൊത്തം തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് പറയാൻ യാതൊരു പ്രയാസവുമില്ല. കാന്തപുരത്തിൻ്റെ അനുയായികൾ
കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ പലരും നിഷേധിച്ചപ്പോൾ അതിനെ സമർത്ഥിക്കാൻ വേണ്ടിപ്പോൾ ചില പത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ആകെ ഇടങ്ങാറായി ബുദ്ധിമുട്ടി വിശദീകരണങ്ങൾ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. കാന്തപുരത്തിൻ്റെ ഒരു മുരീദ്, അതല്ലെങ്കിൽ കാന്തപുരത്തിൻ്റെ ഒരു ശിഷ്യൻ, ഒരു സഖാഫി, കാന്തപുരത്തിൻ്റെ ഉസ്താദിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് പത്രങ്ങൾ നിരത്തി സംസാരിക്കുന്ന ഒരു സംസാരം നിങ്ങളൊന്ന് കേൾക്കുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ഇത് യമനിലെ അദൻ എന്നറിയപ്പെടുന്ന പത്രമാണ്. ഈ പത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇത് ഇന്നലെ വന്നതാണ്. ദിമാർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിരന്തരമായ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഈ ഒരു വിധി നീട്ടിവെക്കുന്നത്, വധശിക്ഷ നീട്ടിവെക്കുന്നത്. ബൈന മുമസ്സിലീന അനി ഷെയ്ഖ് സൂഫി അൽ ഹബീബ് ഉമർ ബിൻ ഹഫീദ് വ ആയിലത്തുൽ മഹ്ദി. ഉമർ ബിൻ ഹഫീദ് എന്നറിയപ്പെടുന്ന യമനിലെ നമ്മൾ പരാമർശിച്ച വലിയ പണ്ഡിതൻ, അവിടുത്തെ സ്വീകാര്യനായ പണ്ഡിതൻ, ആ പണ്ഡിതന്റെ പ്രതിനിധികളും അതുപോലെ ഈ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബങ്ങളും തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ നീട്ടിവെക്കുന്നത്. കാരണം അങ്ങനെയുള്ള ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ കുടുംബവുമായി ബന്ധപ്പെടാനോ ബ്ലഡ് മണിയെ കുറിച്ച് സംസാരിക്കാനോ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇനി കൂടുതൽ ഇടപെട്ട് സാധ്യമാക്കാനുള്ള സമയവും നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എല്ലാ പ്രതീക്ഷകളും യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. അതിനുശേഷം പറയുന്നു വഖദ് തമ്മ തർതീബു ഹാദൽ ലിഖാ. എന്നാൽ ഈ ഫാമിലിയുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചക്ക് കാരണമായി അതിനുവേണ്ടി പ്രവർത്തിച്ചത് ബിവാസിതത്തി സഈം സുന്നി അൽ ബാരിസ് അഷേഖ് അബൂബക്കർ മുസ്ലിയാർ മിൻ വിലായത്തി കേരള ബിൽ ഹിന്ദ്. ഇന്ത്യയിലുള്ള കേരള സ്റ്റേറ്റിലുള്ള അഷേഖ് അബൂബക്കർ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന പ്രസിദ്ധ സുന്നി പണ്ഡിതന്റെ ഇടപെടൽ മുഖേനയാണ് ഇങ്ങനെ ഒരു ചർച്ച നടന്നിരിക്കുന്നത്. കേട്ടില്ല സുഹൃത്തുക്കളെ, യമൻ പത്രത്തിൽ കാന്തപുരത്തിന്റെയും അദ്ദേഹം അയച്ച സംഘത്തിന്റെയും ഒക്കെ ഇടപെടലിനെ സംബന്ധിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ആ പറയുന്നതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. അദ്ദേഹം പറയാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ശിക്ഷ നീട്ടിവെച്ച വിവരം ലഭിച്ചത് എന്ന്. അപ്പോൾ ചർച്ച നടന്നതിൻ്റെ ഫലമായിട്ടല്ല എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യമാകും. ഏതാണെങ്കിലും ഇരിക്കട്ടെ, ഈ പത്രങ്ങളിലും മീഡിയകളിലും ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കേരളത്തിലും ഇന്ത്യയിലും അതേപോലെ മറ്റുള്ള ലോകത്തൊക്കെയുള്ള രാജ്യങ്ങളിലൊക്കെയുള്ള വന്ന പത്രങ്ങളിൽ വന്ന വാർത്തകൾ, മീഡിയകളിൽ ചാനലുകളിൽ വന്ന വാർത്തകൾ, അതേപോലെ ഇദ്ദേഹം വായിച്ച ഇതുപോലെയുള്ള പോർട്ടലുകളിൽ വന്ന വാർത്തകൾ, അത് 100% സത്യമാണോ? ഒരിക്കലുമല്ല. ആരാണ് അത് സത്യമല്ല എന്ന് പറയേണ്ടത്? അതല്ലെങ്കിൽ ആ വാർത്ത സത്യമാണോ അല്ലേ എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് ആരാണ്? നിങ്ങൾ പറ. എനിക്കാണോ? അല്ല. ഈ വിശദീകരിക്കുന്ന സഖാഫിക്കാണോ? അല്ല. ഇനി അതല്ലെങ്കിൽ കാന്തപുരത്തിനോ മറ്റാർക്കെങ്കിലുമാണോ? അല്ല. മറിച്ച് ഈ കൊല്ലപ്പെട്ട തൊലാലിന്റെ കുടുംബം അവരാണ് പറയേണ്ടത്. എന്ത്? ഇത്തരം വാർത്തകൾ സത്യമാണോ അല്ലേ? ഞങ്ങൾ ഇത്തരം ആളുകളോട് ചർച്ച ചെയ്തിട്ടുണ്ടോ? ആ ചർച്ചയുടെ ഫലമായാണോ ഇത് മരയിപ്പിച്ചത് എന്നൊക്കെ പറയാൻ ആരാണ് അർഹതപ്പെട്ടത്? ഈ കുടുംബമാണ്. അപ്പൊ ആ കുടുംബം പറയുന്നതാണ് ഈ വിഷയത്തിൽ അവസാന വാക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. എന്നാൽ ആ കുടുംബത്തിന്റെ പ്രതികരണം, ഈ വിഷയത്തിൽ ആ കുടുംബത്തിന്റെ പ്രതികരണം നിങ്ങളൊന്ന് കേൾക്കൂ. തൊലാലിന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഇത്തരം പ്രചാരണങ്ങൾക്കെതിരിൽ അദ്ദേഹം ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ അതൊന്ന് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. അതോടെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും, ആരൊക്കെയാണ് ഇതിൽ ഇടപെട്ടത് എന്ന കാര്യമൊക്കെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് അദ്ദേഹം പറയുന്നത്? അൽ ഹിന്ദി. ഈ മീഡിയകളിലൂടെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകളുണ്ട്, പത്രങ്ങളിലൂടെയും മീഡിയകളിലൂടെയൊക്കെ. വഹാസത്തൻ അൽ ഹിന്ദി, പ്രത്യേകിച്ച് ഇന്ത്യൻ മീഡിയകളിലൂടെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത. എന്താണ് ആ വാർത്ത എന്നറിയോ? മിൻ അന്നഹു തമ്മ ഈഖാഫു തൻഫീദിൽ ഹുക്മി ബഅദ ലിഖാഇന മഅ ദുആത്തി ഹുനൂദിൻ വയമനിയിൻ. യമനിലെ ചില പണ്ഡിതന്മാരും ഇന്ത്യയിലെ ചില പണ്ഡിതന്മാരും ഒക്കെ ഞങ്ങളോട് കൂടിയിരുന്ന് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശിക്ഷ മരവിപ്പിച്ചത് എന്ന വാർത്ത ഞങ്ങൾ മീഡിയകളിലൂടെ കേൾക്കുന്നു. മാത്രമല്ല വഅന്നഹും ബിമൂജിബി ദാലിക തഖദ്ദമു വതലബു വഖഫ തൻഫീദ്. അങ്ങനെ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഈ ശിക്ഷ മരവിപ്പിക്കണമെന്ന്. വഅന്നഹും അലാ തവാസുലിൻ മഅ ആയിലത്തി തൊലാൽ വയത്ലുബൂന മിന്ന അൽ അഫു വസ്സഫ്ഹ്. അവര് തൊലാലിന്റെ കുടുംബത്തോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. വഅന്നഹും അതൂ ഫിൽ ലഹ്ലാത്തിൽ അഖീറ.
അവർ അവസാന നിമിഷത്തിലാണ് അവർ വന്നത്. ലാസ്റ്റ് ശിക്ഷ നടപ്പാക്കുന്ന അവസാന നിമിഷത്തിലാണ് അവരെന്ത് ചെയ്തത് വന്നത്. വയസ്നഊന നസറൻ മിനൽ അദമി അലാ ഹിസാബി ഖളിയത്തിന. അങ്ങനെ ഈ ശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടത് ഇല്ലാതാക്കാൻ, അത് മരവിപ്പിക്കാൻ ഞങ്ങളോട് ചർച്ച ചെയ്തു എന്ന് പറയുന്ന വാർത്തകൾ ഞങ്ങൾ മീഡിയകളിലൂടെ ഇങ്ങനെ ചില പണ്ഡിതന്മാർ, സൂഫി പണ്ഡിതന്മാരൊക്കെ ഇടപെട്ടു എന്ന് പറയുന്ന വാർത്ത ഞങ്ങൾ ഇങ്ങനെ മീഡിയകളിലൂടെയാണ് ഞങ്ങൾ കേൾക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് തലാലിന്റെ കുടുംബം പറയുന്നത്? ഈ വാർത്തയെക്കുറിച്ച് എന്താണ് അവരുടെ അഭിപ്രായം? ഇനി അടിവരയിട്ട് ശ്രദ്ധിച്ചോ. ഞങ്ങൾ ഇതാ ഉറപ്പിച്ചു പറയുന്നു, അന്നനാ ലാ നഅരിഫു അൻഹും, അവരെ കുറിച്ച് ഞങ്ങൾക്ക് അറിയേയില്ല, ഇങ്ങനെ ഒരു സംഗതി ഞങ്ങൾക്ക് അറിയേയില്ല. ഇല്ലാ മിൻ ഖിലാലി വസായിലിൽ ഇഅലാം, സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിക്കുന്നു എന്നല്ലാതെ തലാലിന്റെ കുടുംബത്തിന് അതുമായി യാതൊരു വിവരവുമില്ല. വലം നൽതഖി ബിഹിം, ഞങ്ങൾ അവരോട് ചർച്ച ചെയ്തിട്ടില്ല. പച്ച നോണ എന്തിനാണ് ഈ പറയുന്നത്? ഇയാൾ പറയാണ് ഞങ്ങൾ അവരോട് ചർച്ച ചെയ്തിട്ടില്ല. ഔ ബിമൻ യുമസ്സിലുഹും, അല്ലെങ്കിൽ അവരയച്ച പ്രതിനിധി സംഘങ്ങളോട് പോലും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഔ ഹത്താ ഉസതാ മിൻ ഖിബലിഹിം, അവരുടെ ഭാഗത്ത് നിന്ന് അവരയച്ച മീഡിയേറ്റർമാരോ മധ്യവർത്തികളോ ആയ ആരോടും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഔ ഹത്താ തൽഖീന ഇത്തിസാല തലഫുനി മിൻഹും, അവരിൽ ഒരാളുമായി ഞങ്ങൾ ടെലിഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. മീഡിയകൾ പച്ചക്കളവുകൾ പ്രചരിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ. അപ്പൊ ഈ കുടുംബം ഇങ്ങനെ ഒരു സൂഫി പണ്ഡിതന്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ചക്കും പോയിട്ടില്ല, ഒരു കാന്തപുരം ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. പിന്നെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ വഴിയെ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്താ പറയുന്നത്? ഈ വാർത്തകളെ പൂർണ്ണമായും ഞങ്ങൾ തിരസ്കരിക്കുന്നു. ഞങ്ങളുടെ അവകാശത്തെ മുറുകെ പിടിക്കുന്നതിന് വേണ്ടി ഫീ തൻഫീദി ശറഇല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ നടപ്പാക്കുക എന്ന ഞങ്ങളുടെ അവകാശത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനെ മുഴുവൻ ഞങ്ങൾ നിഷേധിച്ചു തള്ളുകയാണ്. എന്നിട്ട് പറയാൻ നഖൂലു ലഹും, ഇത്തരക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? ലാ തുതഇബു അൻഫുസകും, നിങ്ങൾ എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത്? നിങ്ങൾ എന്തിനാണ് വെറുതെ ക്ഷീണിക്കുന്നത്? വലിയുദ്ധമി സുൽത്താനുദമിഹി, ഈ കുടുംബമാണ് ശിക്ഷ നടപ്പിലാക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്, ഞങ്ങൾക്കാണ് അതിനുള്ള അവകാശം. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? ഇങ്ങനെ ഈ ശിക്ഷ നീട്ടിക്കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ നിലപാട് കടുപ്പിക്കാൻ മാത്രമേ അത് പ്രയോജനം ഉണ്ടാവുള്ളൂ. അതായത് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് കടുപ്പിച്ചുകൊണ്ടേയിരിക്കും. കൃത്യമായില്ലേ? ഇപ്പൊ യമനിലെ പത്രങ്ങളിലും മറ്റു മീഡിയകളിലൊക്കെ വന്ന വാർത്ത, ഇത്തരം ആളുകൾ ഇടപെട്ടു എന്നൊക്കെ പറയുന്ന വാർത്ത പച്ചക്കളവാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇതിലൊരു ഇടപെടലും നടന്നിട്ടില്ല. ആരാണ് പറയുന്നത്? ഇനി ഇതിലും വലിയ ആധികാരികത വേറെ എന്താ വേണ്ടത്? എത്രയാണ് വരെ ഇദ്ദേഹത്തിന്റെ സഹോദരൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടാ മലയാളത്തിൽ തന്നെ. നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് കാണാം. 4 ദിവസം മുമ്പ് അദ്ദേഹം പോസ്റ്റ് ചെയ്തതാണ്. ഞങ്ങൾ കുടുംബം ഇതുവരെ ആരെയും കണ്ടിട്ടില്ല, ആരുമായും പോലും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. മലയാളത്തിൽ എഴുതിക്കണം, വിളിച്ചിട്ടുമില്ല. ഇതുവരെ നമുക്ക് മാധ്യമങ്ങളിലൂടെ മാത്രമേ അറിയാവുന്ന കാര്യങ്ങളാണിത്. ഇതെല്ലാം തെറ്റായ വാർത്തകളും പച്ചക്കളവുകളും മാത്രമാണ് എന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ വളരെ കൃത്യമായ നിലക്ക് പറയാണ്. അപ്പൊ മനസ്സിലായില്ലേ? ഇതൊക്കെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പച്ചക്കളവ് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കണം. എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കുന്നത്? എന്തിന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോ ഇവർ പറയുന്നല്ലോ, ഈ കാന്തപുരത്തിന്റെ അനുയായികൾ പറയുന്നല്ലോ, എന്താ പറയുന്നത്? ഉമർ ഹഫീലിന്റെ സംഘം ഈ കുടുംബത്തോട് പോയി ചർച്ച നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഈ ശിക്ഷ മരവിപ്പിച്ചത് എന്നല്ലേ പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? കുടുംബവുമായി ഉമർ ഹഫീലിന്റെ സംഘം ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. വേറെ ആരോടെങ്കിലും ചർച്ച നടത്തിയെന്ന് നമുക്കറിയില്ല. ഇത് ഔദ്യോഗികമായി അവർ പറയാണ്. ഞാൻ പറയട്ടെ, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളോട്, നിങ്ങളിങ്ങനെ ഈ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പണിയെടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ ഉമർ ഹഫീൽ തലാലിന്റെ കുടുംബവുമായി നടത്തിയ ചർച്ചയുടെ ഒരു വീഡിയോ ക്ലിപ്പിന്റെ ഒരു ശകലം 1 മിനിറ്റ് പുറത്തുവിടാൻ നിങ്ങൾക്ക് കഴിയുമോ? വേണ്ട. ഇപ്പൊ ഇറാൻ പ്രതിനിധികളുമായി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സഖാഫി അവിടെ വായിച്ചല്ലോ, പത്രങ്ങളിൽ അതൊരു ഫോട്ടോ ഒക്കെ കാണിച്ചല്ലോ. എന്നാൽ തലാലിന്റെ കുടുംബവുമായി ഈ ഉമർ ഹഫീൽ ചർച്ച ചെയ്തതിന്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഒന്ന് പുറത്തുവിടാൻ പറ്റുമോ? ഇതൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ കണ്ടോളി. അപ്പൊ ഇല്ലാത്ത കാര്യം എന്തിനാണ് നമ്മൾ പറയുന്നത്? പിന്നെ എന്താണ് സംഭവിച്ചത്? കേസ് മാറ്റിയപ്പോൾ ഈ കോടതിയിൽ നടക്കുന്ന ഒരു കേസ്, അത് കുറച്ച് ആളുകൾ എവിടെങ്കിലും പോയി ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടൊന്നും മാറ്റൂല. അത് കോടതിയെ സംബന്ധിച്ച് വിവരമുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. ഈ മീഡിയകളൊക്കെ ഇങ്ങനെ വിവരദോഷികളായി മാറിയല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. കോടതിയിൽ നടക്കുന്ന ഒരു കേസ് കുറച്ച് ആളുകൾ എവിടെങ്കിലും കൂടിയിരുന്ന് ചർച്ച ചെയ്താൽ മാറ്റുമോ? ഒരിക്കലും മാറ്റൂല. അത് മരവിപ്പിക്കൂല. മറിച്ച് ഒന്നുകിൽ ആ ശിക്ഷയുമായി കേസുമായി ബന്ധപ്പെട്ട ആളുകൾ ഹർജി നൽകണം.
ശിക്ഷ മരവിപ്പിക്കാനോ നീട്ടിവെക്കാനോ ഒക്കെ. അത് ചിലപ്പോൾ അനുഭാവപൂർവ്വം കോടതി സ്വീകരിച്ചാൽ നീട്ടിവെച്ചേക്കാം. അതല്ലെങ്കിൽ ഈ ഇസ്ലാമിക നിയമപ്രകാരം കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിനാണ് അധികാരമുള്ളത്. അവരെന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്താൽ അതിൽ വല്ല മാറ്റം ഉണ്ടാവും. അതല്ലാതെ ഏതെങ്കിലും സംഘം ആരെങ്കിലും അയച്ച ചില മൗലവിമാരും മുസ്ലിംമാരും ഒക്കെ എവിടെങ്കിലും ഇരുന്ന് ചർച്ച ചെയ്താൽ കോടതിയിൽ നിന്ന് വന്ന ഒരു നിയമം നീട്ടിവെക്കുമെന്നാണോ ചിന്തിക്കുന്നത്? എന്തുമാത്രം വിവരക്കേടാണിത്? ഒരിക്കലുമല്ല. മറിച്ച് എന്താ സംഭവിച്ചതെന്നറിയോ? നിമിഷപ്രിയയുടെ ഉമ്മ കോടതിക്കൊരു ഹർജി നൽകി ഈ ശിക്ഷ മരവിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതി ശിക്ഷ ഒന്നുകൂടെ നീട്ടിവെച്ചു. അതാണ് സംഭവിച്ചത്. അതാണ് യാഥാർത്ഥ്യം. ഉള്ളതുപോലെ പറയണല്ലോ. ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട തുടക്കം മുതൽക്ക് തന്നെ ഇടപെടുന്ന ഒരു അഡ്വക്കേറ്റ്, ഒരു സഹോദരി, അവർ പറയുന്നൊരു വോയിസ് മീഡിയകളിലൂടെ പുറത്തു വന്നതാണല്ലോ. ഇത് എഴുതി 14-നാണ് ഈ ശിക്ഷ മരവിപ്പിച്ചു എന്ന് ഔദ്യോഗികമായി കോടതിയിൽ എഴുതി കിട്ടുന്നത്. ആ എഴുതി കിട്ടുന്നതിൻ്റെ 2-3 ദിവസം മുമ്പ് തന്നെ ഈ ഒരു ന്യൂസ് ഇവർക്ക് കിട്ടിയിരുന്നു, ഇത് മരവിപ്പിക്കുമെന്നുള്ളത്. അതാണ് നേരത്തെ ഈ സഖാഫി വായിച്ചവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വാർത്ത വന്നു എന്ന് മനസ്സിലായോ? അപ്പോൾ ഇത് എഴുതി കിട്ടുന്നത് 14-നാണ്, പക്ഷെ അതിൻ്റെ 2-3 ദിവസം മുമ്പ് തന്നെ ഈ ശിക്ഷ മരവിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആ സഹോദരി പറയുന്ന കുറച്ച് വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി പിന്നെന്താ സംഭവിച്ചു എന്ന് പറയാം. ദീപ ജോസഫ്, ഇതിനകത്ത് കാണുന്ന ഒരു വൈരുദ്ധ്യമാണ്. സംശയം എന്ന രീതിയിൽ തന്നെ ചോദിക്കുകയാണ്, താങ്കൾക്ക് ഈ വിവരം ഈ ശനിയാഴ്ച കിട്ടിയെന്ന് പറയുമ്പോൾ ഈ വധശിക്ഷ നീട്ടിവെക്കാൻ കാരണമായി കിട്ടിയ ഇൻഫോർമേഷൻ എന്തായിരുന്നു? ഇന്റൽ എന്തായിരുന്നു? അമ്മ കൊണ്ടിട്ട് ഇത് കൊടുത്തില്ലേ? അമ്മയുടെ ആപ്ലിക്കേഷനാണ് വധശിക്ഷ നീട്ടിവെക്കാൻ പറഞ്ഞ അമ്മ ആപ്ലിക്കേഷൻ. ഞങ്ങൾക്ക് ഫാമിലിയെ ബന്ധപ്പെടാനുള്ള സമയം ഇനിയും അനുവദിക്കണം എന്ന കാരണം കാണിച്ച് അമ്മ തന്നെയാണ് സ്വന്തം സൈനില് അമ്മയും സാമുവൽ ജെറോം ഭാസ്കറും കൂടെയാണ് ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിരിക്കുന്നത്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് നീട്ടിവെച്ചത്. ഉറപ്പായിട്ടും. അപ്പൊ കേട്ടില്ലേ സുഹൃത്തുക്കളെ, നിമിഷപ്രിയയുടെ ഉമ്മ കൊടുത്ത ആ അപേക്ഷയുടെ ഹർജിയുടെ ഫലമായിട്ടാണ് ഈ ശിക്ഷ മരവിപ്പിക്കുന്നത്. അപ്പോൾ 14-ന് ഈ 2 ദിവസം മുമ്പ് തന്നെ ഇങ്ങനെ മരവിപ്പിച്ച വാർത്ത കിട്ടി. ഔദ്യോഗികമായി കോടതിയുടെ ലെറ്റർ ഹെഡിൽ അത് അവരെ എഴുതി പ്രസിദ്ധീകരിച്ചത് 14-ലാണ് അല്ലേ? 14-ന് ഇങ്ങനെ മരവിപ്പിച്ചു എന്നൊരു വാർത്ത വന്നപ്പോൾ കാന്തപുരം എന്താ ചെയ്തതെന്നറിയോ? കാന്തപുരം അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി 15-ന് പത്രസമ്മേളനം നടത്തി. 15-ന് സിറാജിൽ വന്ന വാർത്ത ചർച്ച ഫലം കാണുന്നതാണ് കേട്ടോ, അത് വേറെ വിഷയം. 15-ന് ഇയാൾ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? അതായത് ഞങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം കോടതിയിൽ ഞങ്ങൾക്ക് ഔദ്യോഗികമായി വിവരം കിട്ടിയിട്ടുണ്ട്, ഇത് മരവിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങളത് കേട്ടു നോക്കൂ. പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യമനിലുള്ള ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത്. ഇന്ന് ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ്, കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പ ദിവസം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു. കോടതിയുടെ ലെറ്ററിൽ തന്നെ അയച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാനിവരെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഈ പ്രസിദ്ധീകരിച്ച കാന്തപുരം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ തന്നെ ഈ ലെറ്റർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ലെറ്ററിൽ എവിടെയെങ്കിലും ഒരു വരിയെങ്കിലും, അരവരിയെങ്കിലും കാന്തപുരം ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഈ ശിക്ഷ മരവിപ്പിച്ചത് എന്ന്, നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഈ ശിക്ഷ മരവിപ്പിച്ചത് എന്ന് അറബിയിൽ ആ ലെറ്റർ ഹെഡിൽ ഒരു വരി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? എന്തിനാണ് അനാവശ്യമായ ക്രെഡിറ്റ് എടുക്കുന്നത്? ഇല്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്? അങ്ങനെ ഒരു വരിയെ അതിലില്ല. കാണിച്ചു തരാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുപോവാ, കാണിക്കുക. നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കേൾക്കും. മാത്രമല്ല, നിങ്ങൾ കാണിച്ച അതിലൊരു മറ്റൊരു കൃത്രിമം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ഒരു ലെറ്റർ ഹെഡിൽ അതിലെ നിങ്ങൾ എഡിറ്റ് ചെയ്തു, എന്നിട്ട് നിങ്ങൾ ഗ്രാൻഡ് മുഫ്തി എന്നതിൽ വാട്ടർമാർക്ക് നിങ്ങൾ ആഡ് ചെയ്തു. ആ ഒറിജിനൽ കത്തിൽ വാട്ടർമാർക്ക് ഇല്ല. ഇതാ നിങ്ങൾക്ക് കാണാം, ശരിക്കും കാണാം. ഇവർ കാണിച്ച കൃത്രിമാണിത്. വാട്ടർമാർക്ക് ഗ്രാൻഡ് മുഫ്തി എന്നിവരെ എഡിറ്റ് ചെയ്തിട്ട് ഇവർ പ്രസിദ്ധീകരിച്ചു. ഇതാണ് ഇവർ കൃത്രിമം കാണിച്ച ആ ലെറ്റർ ഹെഡ്.
ഇനി അതിൻ്റെ ഒറിജിനൽ നോക്കൂ, അതിൽ ഗ്രാൻഡ് മുഫ്തി എന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ സംഭവിച്ചത്. ഇത് നമുക്ക് ആദ്യമേ ഇതിനെക്കുറിച്ചുള്ള സൂചന. കാരണം കാന്തപുരമാണല്ലോ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത്. പല വിഷയങ്ങളിലും സംശയാസ്പദമായ കാര്യങ്ങൾ മൂപ്പര് ചെയ്യും. അതുകൊണ്ട് തന്നെ മൂപ്പര വിഷയത്തിൽ പെട്ടെന്ന് എടുത്തു ചാടി പ്രശംസിച്ചിട്ട് കാര്യമില്ല എന്ന ബോധ്യം സത്യത്തോട് കൂറുള്ളത് കൊണ്ട് അത് നമ്മൾ ചെയ്തില്ല. അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്. ഇപ്പം എന്താ സംഭവിച്ചത്? നിമിഷപ്രിയയുടെ ഉമ്മ ഹർജി കൊടുത്തു, അത് നീട്ടിവെച്ചു. അവ നീട്ടിവെച്ചു എന്നുള്ള വിവരം അവിടുന്ന് കിട്ടിയപ്പോൾ 15-ന് പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങൾ അഭ്യർത്ഥന പ്രകാരമാണ് നീട്ടിവെച്ചത്, കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് നേരിട്ട് വിവരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആളാകാനും അതേപോലെ അതിൻ്റെ മൊത്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ശ്രമിക്കുകയാണ് ചെയ്തത്. നമുക്കൊരു കാര്യത്തിൽ ഇടപെടാനും സഹായം ചെയ്യാനൊക്കെ സാധിക്കുമെങ്കിൽ അത് നമ്മൾ ചെയ്യാം, നമുക്ക് ചെയ്യാം. എന്തിനാണ് അതിൻ്റെ പേരിൽ ഇങ്ങനെ ക്രെഡിറ്റ് എടുത്ത് ആളാവാൻ ശ്രമിക്കുന്നത്? എന്തിനാണ് വഞ്ചിക്കുന്നത്? എന്തിനാണ് കളവ് പറയുന്നത്? അപ്പോൾ ഈ ഒരു വിഷയത്തോട് മാത്രമാണ് നമുക്ക് അതിൽ വിയോജിപ്പുള്ളത്. അതല്ലാതെ ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, ആരോടുള്ളൊരു വിദ്വേഷമോ ഒരു വെറുപ്പോ ഇത് പറയാൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ടില്ല. കാന്തപുരം തന്നെ പോസിറ്റീവായി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളും പോസിറ്റീവായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലിൽ തന്നെ. അപ്പോൾ നമുക്ക് ആദർശപരമായി വിയോജിപ്പുള്ള ഒരാൾ എന്ത് പറഞ്ഞാലും അതിനെ അന്ധമായി എതിർക്കുക എന്നൊരു നിലപാട് എനിക്കില്ല. ഞാനങ്ങനെ ചെയ്യാറില്ല. പോസിറ്റീവായിട്ട് എന്തെങ്കിലും നല്ലതായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ ആ നിലയ്ക്ക് തന്നെ കാണാൻ ഞാൻ ശ്രമിക്കാറുണ്ട് എന്നുകൂടി ഇതിനോട് അവസാനം കൂട്ടിച്ചേർക്കുകയാണ്. സത്യം മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.